ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ വീഡിയോ ആണ്. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇപ്പോൾ കുറച്ച് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാണ്ട് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഇനിയും ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ വരും വീഡിയോകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും, അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രീലാൻസായിട്ട് മാൾട്ടയിലേക്ക് ജോലി നോക്കാൻ വേണ്ടി പോവാണ്, ഏജൻസീനെ ഒന്ന് കോൺടാക്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് എങ്ങനെ മാൾട്ടയിലേക്ക് പോവാം എന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മിഷനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. ഇപ്പോൾ യൂറോപ്പിൽ ഞാനിപ്പോൾ നിലവിലുള്ള GCCയിലാണ്. ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു മൈഗ്രേഷൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും എൻ്റെ കൂടെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാനലിലൊപ്പം പോവുക. നമ്മൾ ഈ ഒരു ചാനലിൽ അതിൻ്റെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനകത്ത് വേണ്ടത് യൂറോപ്പിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബയോഡാറ്റ ഉണ്ട്. അതിന് പറയുന്നത് യൂറോപ്പാസ് CV എന്നാണ് പറയുന്നത്. EUROPASS CV. യൂറോപ്പാസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്. ആ ഒരു സൈറ്റ് വഴി നമുക്ക് ഈ ഒരു നമ്മുടെ CV നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ യൂറോപ്പാസ് CV ഉണ്ടാക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ആ ഒരു CV ഉണ്ടാക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. യൂറോപ്പാസ് CV ഉണ്ടാക്കുന്ന ഒരുപാട് ട്രാവൽ ഏജൻസികളൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടാവും, കഫേയൊക്കെ ഇല്ലേ, അവിടെ പോയിട്ട് ജസ്റ്റ് അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് യൂറോപ്പാസ് CV ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് CV ഉണ്ടാക്കി തരും. അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ അവർക്കൊരു 100 അല്ലെങ്കിൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു കഫേയിൽ നിങ്ങളിത് ടൈപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, കാരണം അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നോക്കി പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ടുള്ള കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. CV ആണ് മെയിനായിട്ട് നമുക്ക് യൂറോപ്പിലേക്ക് ജോലി അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട ഒരു കാര്യം. അപ്പോൾ യൂറോപ്പാസ് CV വെച്ചിട്ടാണ്, കാരണം ആ ഒരു CV ആണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂറോപ്പാസ് CV എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള ആൾക്കാർ DTP സെൻറ്ററിൽ പോയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് CV ഉണ്ടാക്കി തരും. വേറൊരു ഏജൻസിനെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ജോലികളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്ന കേസുള്ളൂ. 1 രൂപ പോലും നമ്മൾ ഈ പറഞ്ഞല്ലേ 5 ലക്ഷം 6 ലക്ഷം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് അവിടെ എത്താൻ പറ്റും. അപ്പോൾ അതെങ്ങനെ എന്നുള്ള ഒരു ജേർണിയിലാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് അതിന് വേണ്ടി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ അറിയിക്കണം എന്ന് തോന്നി. കാരണം ഒരുപാട് പേരുടെ ആഗ്രഹമാണ് യൂറോപ്പിലെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്കത് എങ്ങനെ ആ ഒരു ജോലി ഞാനിപ്പോൾ എങ്ങനെയാണ് വേക്കൻസി കണ്ടതെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ, അതേണ്ട ഈ സൈറ്റിലാണ് പോകേണ്ടത്, മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഡ്രൈവർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. ഇത് ഡ്രൈവിങ്ങിൽ മാത്രമുള്ള, നിങ്ങളിപ്പോൾ ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടോ ഇതിപ്പോൾ വണ്ടി ഓടിക്കുന്ന കാര്യമാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇത് ഇതിനകത്തുള്ള വേക്കൻസി ഏതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സൈറ്റ്, മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് .mt. ജസ്റ്റ് ഗൂഗിൾ പേ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് വരും, ആ ലിങ്ക് വരും. ആ ലിങ്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയായിരിക്കും വരുന്നത്. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കാം. അത് അവരുടെ ഒരു സംഭവമാണ്. എന്നിട്ട് അത് ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോകേണ്ടത് നേരെ ഇവിടെ കാണുന്ന 3 വരയുണ്ടല്ലോ, അതിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നേരെ വർക്ക് വിത്ത് അസ്, അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും വർക്ക് വിത്ത് അസ്, അത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ലാസ്റ്റ് ഇവിടെ അപ്ലൈ ഫോർ വേക്കൻസീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ അവരുടെ അടുത്തുള്ള എല്ലാ വേക്കൻസി വരും. ഇതിപ്പോൾ ഡെസ്ക് ടോപ്പ് മോഡാണ്, അത് മാറ്റി കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ നിലവിൽ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഓപ്പൺ ആയിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ അവരിനത് കാണിച്ചു തരും. അപ്പോൾ വർക്ക് വിസസിൻ്റെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്തുള്ള വേക്കൻസിയാണ് ഈ കിടക്കുന്നത്. IT സിസ്റ്റം സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, ഫിനാൻസ് അസിസ്റ്റൻറ്റ്, കസ്റ്റമർ കെയർ ടീം ലീഡർ, കസ്റ്റമർ കെയർ ഏജൻറ്റ്. ഇനി അടുത്തേക്ക് പോകാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ നെക്സ്റ്റ് കണ്ടോ, 1, 2 എന്നുണ്ട്, അതിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കണ്ടോ അക്കോമഡേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് കോഓർഡിനേറ്റർ. ഇത്രയും വേക്കൻസികളാണ് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കാനായിട്ട് പോകുന്ന കസ്റ്റമർ കെയർ ഏജൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്കാണ്. അതിവിടെ എന്നോട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ടച്ച് ചെയ്തു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിനകത്ത് ഉണ്ടോ, ചലഞ്ച് യുവർ സെൽഫ് ആൻഡ് ജോയിൻ ഓഫ് മാൾട്ട, വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡൈനാമിക് കമ്പനീസ്, റിട്ടേൺ ടു മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട്, കസ്റ്റമർ കെയർ ഏജൻറ്റ്, പ്രൈമറി പർപ്പസ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ നമുക്ക് കോമ്പറ്റൻസ് വേണം, കോർ കോമ്പറ്റൻസസ് എന്തൊക്കെ വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഏത്, എല്ലാ കാര്യങ്ങളും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അപ്ലൈയിൽ പോവുക, അപ്ലൈ നൗ. അതിങ്ങനെ കുറച്ച് നേരം ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ജോബ് ആപ്ലിക്കേഷൻസ് വരും. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പേര്, രണ്ടാമത്തെ പേര്, ലാസ്റ്റ് നെയിം, സ്റ്റാറ്റിസ്റ്റിക്കൽ കോഡ്, അഡ്രസ്സ്, കൺട്രി, മൊബൈൽ, ഇമെയിൽ, കൺഫേം ഇമെയിൽ, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, അവൈലബിലിറ്റി, കമൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇത്രയും കാര്യങ്ങളൊന്ന് ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അവിടെ ഞാൻ പേര് കൊടുത്തു, ഫസ്റ്റ് നെയിം, ഇവിടെ ലാസ്റ്റ് നെയിം, സ്റ്റാറ്റിസ്റ്റിക്കൽ കോഡ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ്, നമ്മളിപ്പോൾ അഡ്രസ്സാണ് നമ്മൾ നിലവിലിപ്പോൾ എവിടെയാണുള്ളത് ആ അഡ്രസ്സ് അവിടെ കൊടുക്കണ്ടേ. ഇപ്പോൾ നമ്മൾ നിലവിൽ നാട്ടിലാണെങ്കിൽ നാട്ടിലെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ UAE-ലായതുകൊണ്ട് ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൺട്രി ചോദിക്കുന്നത് നമ്മുടെ കൺട്രിയാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID 2 തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അവൈലബിലിറ്റി കമൻറ്റോടെ അവൈലബിൾ ആണോ എന്ന് ജസ്റ്റ് അവൈലബിൾ എന്ന് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വെച്ചാൽ വാണിംഗ് കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഇതിനകത്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഇവരുടെ അടുത്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ അടിച്ചു. ഞാൻ ഈ സെയിം ഇമെയിൽ ID എനിക്കിനി വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പോവുക, ലോഗിൻ കൊടുക്കുക. ട്രൈ പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇമെയിലിലേക്ക് ഒരു അയച്ചിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് മെയിലിൽ നോക്കാം. ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു നമ്പറാണ് വന്നിരിക്കുന്നത്, അത് കൊടുക്കാം. ലോഗിൻ കൊടുക്കാം. ഇവിടെ സേവ് കൊടുത്തു. എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ഡയറക്റ്റ് ഈ ഇതിപ്പോൾ മാൾട്ട ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിൽ എൻ്റെ പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ എന്നോട് ലോഗിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ലോഗിനൊന്നും പറയില്ല, ജസ്റ്റ് ഡീറ്റെയിൽസ് നെക്സ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ എൻ്റെ ഓൾറെഡി പ്രൊഫൈൽ ഉള്ളതുകൊണ്ടാണ് ഡയറക്റ്റ് ഇവിടെ ലോഗിൻ ആയിട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇവർ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് വേറെ വേക്കൻസിക്ക്. ഞാൻ ഓൾറെഡി ഈ ഒരു വേക്കൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു വേക്കൻസി കൂടെ ഉണ്ട്, അക്കോമഡേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ. ഇതിങ്ങടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നേരെ താഴെ പോവുക. താഴെ പോയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ അവരോട് കാണിക്കും. എൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്പോർട്ട് നമ്പർ അവൈലബിൾ ആണോ എന്നുള്ളത് കാണിക്കും. നെക്സ്റ്റ് കൊടുക്കുക. അത് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തു, നിങ്ങളതെല്ലാം ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ എൻ്റെ യൂറോപ്പാസ് CV ഇവിടെ ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നുണ്ട്. അതെങ്ങനെ, ഈ ഒരു ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ചൂസ് ഫയൽ എടുക്കുക. അത് ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നത്. ചൂസ് ഫയൽ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇതിലേക്ക് പോകും, നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫയൽ എവിടെയാണ് കിടക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ SD കാർഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫയല്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിവിടെ വരും. എന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് കൊടുക്കരുത്, നെക്സ്റ്റ് കൊടുക്കരുത്, അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് കറങ്ങും. അപ്പോൾ അത് അപ്ലോഡ് ആവും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, 2 എണ്ണം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഒരെണ്ണം നമുക്ക് കളയാം. ഓക്കെ, ഒരെണ്ണം ഞാൻ കളഞ്ഞു. ഇപ്പോൾ നിങ്ങളിൽ ഒരെണ്ണമാണ് വരുള്ളൂ. ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇത് അപ്ലോഡ് ആകുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റുന്നത് ഈ ഫയൽ നെയിം ഇവിടെ ഒരു ഡിലീറ്റിൻ്റെ ബട്ടണൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. ഒരു തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഈ CV ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഏതിലൊരു ഷോപ്പിലോ DTP സെൻറ്ററിലോ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും വഴി നിങ്ങൾ ആദ്യം ഇത് ഉണ്ടാക്കണം, യൂറോപ്പാസ് CV ഉണ്ടാക്കണം. അതിനുശേഷം വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ രണ്ടാമത്തെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അപ്ലോഡാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ ഇതിവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ വന്നില്ലെങ്കിൽ ഒന്നുകൂടി ഈ ചൂസ് ഫയൽ എടുത്തിട്ട് ആ ഫയലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. PDF ആയിരിക്കണം. സോ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണിക്കും. ഇവിടെ കുറച്ച് ലിസ്റ്റ് വരും. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി സെലക്ട് ചെയ്യുക. ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ സെലക്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് +2 ആണെങ്കിൽ ഇവിടെ സ്കൂൾ ലീവർ എന്ന് സെലക്ട് ചെയ്യുക. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഡിപ്ലോമ ഉള്ളതുകൊണ്ട് ഞാൻ ഈ സെലക്ട് ചെയ്ത് ഇവിടെയാണ്. ഈ ഡിപ്ലോമ എന്നൊരു സംഭവമാണ്, അക്കോമഡേറ്റ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഉണ്ട്, അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ മറ്റേ ഡിഗ്രി ഇല്ലാണ്ട് മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ജസ്റ്റ് അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡിപ്ലോമ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഡിപ്ലോമ സെലക്ട് ചെയ്ത് ഇനി ചെയ്യേണ്ടത് ഡേറ്റ്, നമുക്ക് എന്നാണ് അത് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 01/01/2010 ഞാനിത് പാസ്സായത് ഡിപ്ലോമ. അപ്പോൾ ആ ഡേറ്റ് കൊടുത്തു. എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന് എക്സ്പയറി ഇല്ല, അതുകൊണ്ട് അതൊന്നും കൊടുക്കണില്ല. ഞാനിവിടെ ആഡ് കൊടുക്കുകയാണ്. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് അക്കോമഡേറ്റ് ക്വാളിഫിക്കേഷൻ്റെ അവിടെ ഇത് ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇത് കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നേക്കണേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, അടുത്ത നെക്സ്റ്റ് കൊടുക്കുക. ഈ ഒരു പേജിൽ ആദ്യത്തെ പേജ് നമ്മൾ പറഞ്ഞു, ഇത് രണ്ടാമത്തെ പേജാണ്, മൂന്നാമത്തെ പേജാണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ്റെ അവിടെ എത്തി. ഇതിൽ പോയി ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവർ നമ്മളോട് അടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് അഡീഷണൽ ഡീറ്റെയിൽസിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് ഏതാണെന്ന് അവിടെ കാണിക്കും. ഇപ്പം ഞാൻ 2 എണ്ണം കൊടുത്തതുകൊണ്ട് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ കെയർ ഏജൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, രണ്ടാമത്തെ അക്കോമഡേഷൻ കോർഡിനേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, പേര്, കമ്പനി, നമ്മുടെ ഈ കൺട്രി, മൊബൈൽ നമ്പർ, പിന്നെ ഇമെയിൽ അഡ്രസ്സ്, പാസ്പോർട്ട് നമ്പർ എല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ അവിടെ എൻ്റെ CV-ൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, പേര്. ഇത് അവർ തന്നെ ആഡ് ചെയ്താണ്, യൂറോപ്പാസ് എന്നാണ് ഞാൻ കൊടുത്തായിരുന്നുള്ളൂ. അത് കാണിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ എനിക്കുള്ളത് ഡിപ്ലോമയാണ്, അത് ഞാൻ പാസ് ചെയ്ത ഡേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അഡീഷണൽ അവരുടെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് ഓപ്പറേഷനും പ്രൈവസി പോളിസിയൊക്കെയാണ്. ഇതൊക്കെ സമയം കൊടുത്ത് വായിച്ച് നോക്കുക. ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കണം. അറിയില്ലെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് മലയാളത്തിലേക്ക് കോപ്പി ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി അതെന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലാകുമ്പോൾ കുറച്ചുകൂടി ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് I agree കൊടുക്കുക. I agree കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക.
അപ്പോൾ ഇത്രേ ഉള്ളൂ. കണ്ടോ, ആപ്ലിക്കേഷൻ സബ്മിറ്റായി. താങ്ക് യു ഫോർ അപ്ലൈയിങ് ത്രൂ അവർ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോം, യുവർ ഇൻഫർമേഷൻ ഹാസ് ബീൻ സക്സസ്ഫുൾ. ഓക്കെ അടിക്കുക. അപ്പം തന്നെ നമുക്കൊരു മെയിലും വരും. ജിമെയിലിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. രജിസ്ട്രേഷൻ കൺഫർമേഷൻ വേക്കൻസി അക്കോമഡേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ആണ്ടോ, എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഡിയർ എൽദോസ്, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ അപ്ലൈ ചെയ്ത പോസ്റ്റിൻ്റെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് HR ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി വ്യൂ എൻ്റയർ മെസ്സേജ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു മെയിൽ, ഇതാണ് ആ മെയിൽ എനിക്ക് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ആണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവം. എൻ്റെ പേര് മെയിൽ ID കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതിൻ്റെ ഡേറ്റ്, മെയിൽ വന്ന ഡേറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ HR ഡിപ്പാർട്ട്മെൻറ്റ്. ഇനിയുള്ള എല്ലാ അപ്ഡേറ്റും അവർ തന്നെ ഇമെയിലിൽ ത്രൂ മാൾട്ട ഈ ഒരു വേക്കൻസിയോട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇത് സെലക്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ മെയിൽ ത്രൂ അറിയിക്കും. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ 2 തവണയായിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് വേറെ രീതിയിലുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ. നമ്മൾ കരുതും പോലെ അങ്ങനെ വലിയ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഏജൻസിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ നമുക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല, ഏത് കമ്പനിയിലും. നിങ്ങളുടെ കയ്യിൽ നെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ലാപ്ടോപ്പോ നിങ്ങളുടെ മേടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ കയ്യിൽ സുഹൃത്തുക്കളുടെ കയ്യിലാണെങ്കിൽ ജസ്റ്റ് മേടിക്കുക. എന്നിട്ട് ഈ യൂറോപ്പാസ് CV നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്ന കേസുള്ളൂ. എന്നിട്ട് അതിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏത് കമ്പനിയിൽ പോയിട്ട് നിങ്ങളിങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ CV അവർക്ക് കിട്ടും. 1-2 തവണ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ റിപ്ലൈ വരണമെന്നില്ല. ചിലപ്പോൾ 100 തവണ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ചിലപ്പോൾ 1000 തവണ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുക. ചിലപ്പോൾ 1 തവണ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അത് നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു ദിവസം 1 ഡേ നമ്മുടെ റിപ്ലൈ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തായാലും ഈ ഒരു ജേർണിയിൽ നിങ്ങളും ഭാഗമാവുക. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ യൂറോപ്പിൽ നിന്ന് തന്നെ സ്വപ്നം മനസ്സിൽ കൊണ്ട് കിടക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഈ ചാനലിൻ്റെ ബോട്ടിൽ കിടക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് അയച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.